കല്യാണ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുള്ളവർ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടാതെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലാണ്, ഏത് ജില്ലയിലെ സദ്യയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാനൊരു തെക്കൻകാരി ആയതുകൊണ്ട് പറയുകയല്ല, അതിപ്പോൾ ട്രിവാൻഡ്രം ആയാലും കൊല്ലമായാലും സദ്യവട്ടങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയാണ് കേട്ടോ. ഈ സദ്യയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം ചോറ് വിളമ്പും കേട്ടോ. അതൊരു ആചാരമാണ്, മേടിക്കണമെന്ന് നിർബന്ധമില്ല. കൂടാതെ നല്ല അല്പം സ്പീഡ് അത് അത്യാവശ്യമായിരിക്കും, അല്ലെങ്കിൽ ചോറും സദ്യയൊക്കെ അതിൻ്റെ വഴിക്ക് പോകും കേട്ടോ. ആദ്യം തന്നെ ചോറും പരിപ്പും പപ്പടവും അതിൻ്റെ കൂടെ മോടി കൂട്ടാനായിട്ട് അല്പം നെയ്യും കൂടെ വിളമ്പി. അത് കഴിച്ച് തീരേണ്ട താമസം സാമ്പാറിൻ്റെ ടേണായി. സാമ്പാർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പായസം വരും. ആദ്യം തന്നെ അടപ്രഥമനാണ് ഈ സദ്യക്ക് വിളമ്പിയത്. അതിൻ്റെ കൂടെ തന്നെ നല്ല പൂവമ്പഴം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ പരിപ്പ് പായസം വന്നു. പരിപ്പ് പായസം വന്ന് തീരേണ്ട താമസം പോളിയും വെള്ളപ്പായസം വന്നു. വെള്ളപ്പായസം എന്ന് ഞാൻ പറയുന്നത് നല്ല പാൽപ്പായസമാണ് കേട്ടോ. അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ല മത്ത് പിടിപ്പിക്കും. ആ സൈഡിലിരിക്കുന്ന നല്ല നാരങ്ങാച്ചാറും കൂടെ കൂട്ടി കഴിക്കുന്നത് നമ്മുടെ മത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യും കേട്ടോ. അതിനുശേഷം നമ്മുടെ പുളിശ്ശേരി വന്നു, അത് കഴിഞ്ഞ് രസം വന്നു, അതിനുശേഷം നമ്മുടെ പച്ചമോര് വന്നു. ശുഭം.